ഇത് ഫാമിൽ കോഴി കൊണ്ടുതരുന്നത് അവർ പറഞ്ഞു തരും എന്തെന്തൊക്കെ ഓരോ ദിവസം ചെയ്യണം എന്നുള്ള കാര്യങ്ങൾ. 45 ദിവസമൊക്കെ ആയിക്കഴിഞ്ഞാൽ ഒരു 2.5 കിലോ 3 കിലോ വരും. പിന്നെ അടിയിൽ നിന്നുള്ള തണുപ്പ് കയറി കഴിഞ്ഞാൽ വിഷയമാണ്. വെളിയിലുള്ള എയർ അകത്തോട്ട് അടിച്ച് തരും. അങ്ങനെയുള്ള ലെവലാണ് വെച്ചിട്ടുള്ളത്. ആ സൈഡ് മണ്ണിങ്ങോട്ട് അണച്ച് വെച്ച് കഴിഞ്ഞാൽ വെള്ളം അങ്ങോട്ട് തെറിച്ച് കയറത്തില്ല. എൻ്റെ പേര് സുനിൽ എന്നാണ്. ഇത് ഫാമിൻ്റെ പേര് പാലേലി പൗൾട്രി ഫാം. എൻ്റെ ഒരു സുഹൃത്തിന് ഇതുപോലെ ഫാം ഉണ്ടായിരുന്നു. അത് ചെന്ന് കണ്ടപ്പോഴത്തേനും എനിക്കൊരു ആഗ്രഹം തോന്നി. എൻ്റെ മേഖല വേറെയാണ്, എനിക്ക് വേറെ ജോലിയാണ് എൻ്റെ ജോലി. അപ്പോൾ അത് കണ്ടപ്പോഴത്തേന് ഈ കുഞ്ഞുങ്ങളെ കണ്ടപ്പോൾ ഒരു ഭംഗി തോന്നി. അങ്ങനെയാണ് ഞാനത് തുടങ്ങിയത്. ഇത് പരിചരിക്കാൻ വേണ്ടിയിട്ട് ഞാനൊരാളിനെ വെച്ചിട്ടുണ്ട്. പുള്ളിക്കാരനാണ് നോക്കുന്നത്. കുഴപ്പമില്ലാത്ത ഇൻകം കിട്ടുന്നുണ്ട്. ഒരു 40 ദിവസമാണോ ഒരു 45 ദിവസമാണോ അവർ പറയുന്നത്. ഒരു 36 കഴിഞ്ഞ പ്രാവശ്യം എനിക്ക് 36 ദിവസം ആയപ്പോഴത്തേനും പിടിച്ചു. കുഴപ്പമില്ലാത്തൊരു വരുമാനമുണ്ട്, ജോലിക്കാരന് കാശ് കൊടുത്തു പോയായിരുന്നാലും. അങ്ങനെ പോകുന്നു. പറഞ്ഞിട്ടെ ഇത് ഫാമിൽ കോഴി കൊണ്ടുതരുന്നത് തമിഴ്നാടുള്ളൊരു കമ്പനിയാണ്, സേത എന്ന് പറഞ്ഞൊരു കമ്പനിയാണ്. അവർ ബൾക്കായിട്ട് കൊണ്ടുതരും. ആഹാരവും തീറ്റയും അതിൻ്റെ വാക്സിനും കാര്യങ്ങളും എല്ലാം അവർ കൊണ്ടുതരും. അവർ പറഞ്ഞു തരും എന്തെന്തൊക്കെ ഓരോ ദിവസം ചെയ്യണം എന്നുള്ള കാര്യങ്ങൾ. അത് കറക്റ്റായിട്ട് കൊടുത്തു കഴിഞ്ഞാൽ വേറെ അസുഖങ്ങളൊന്നും വരത്തില്ല. അസുഖം എന്തെങ്കിലും ഒരു അസുഖത്തിൻ്റെ ഒരു ഇത് തോന്നിക്കഴിഞ്ഞാൽ അവർ പിറ്റേ ദിവസം തന്നെ അതിൻ്റെ വാക്സിൻ കൊണ്ടുതരും. അങ്ങനെയൊക്കെയാണ് പരിചരിച്ചുകൊണ്ടിരിക്കുന്നത്. പിന്നെ കുഞ്ഞ് ഒരു 10-20 ദിവസം വരെ നല്ല പാടാണ് ഇതിനെ പരിചരിച്ച് ആ ഒരു ലെവലിൽ എടുക്കാൻ വേണ്ടിയിട്ട്. ഓരോ സ്റ്റേജിനും ഓരോ തീറ്റയാണ് വരുന്നത്. ഒരു 3 ടൈപ്പ് തീറ്റ വരും. അത് കൊടുത്തോണം. പിന്നെ വാക്സിന് എന്ന് പറയുമ്പോഴത്തേന് ടാങ്ക് വഴിയാണ് വരുന്നത്. ഈ ഡ്രിങ്കറിലെല്ലാം ആ മരുന്ന് വെള്ളമാണ് വന്നുകൊണ്ടിരിക്കുന്നത്. വലിവ് അങ്ങനെയുള്ള അസുഖങ്ങളൊന്നും വരത്തില്ല. കുഞ്ഞിലെ കൊടുക്കുന്ന തീറ്റയല്ല സെക്കൻഡ് സ്റ്റേജിൽ കൊടുക്കുന്നത്. സെക്കൻഡ് സ്റ്റേജിലല്ല കൊടുക്കുന്ന തീറ്റയല്ല, ലാസ്റ്റ് ആകുമ്പോഴത്തേനും കൊടുക്കുന്നത്. 3 ടൈപ്പ് തീറ്റയാണ് വരുന്നത്. തീറ്റ കൊടുക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫസ്റ്റ് കൊടുക്കുന്ന തീറ്റ സ്റ്റാർട്ടറാണ്. സ്റ്റാർട്ടർ എന്ന് പറഞ്ഞൊരു തീറ്റയാണ് അവർ വരുന്നത്. അത് പൊടിയായിരിക്കും, കുറച്ച് തരി കുറഞ്ഞ ഒരു സാധനമാണ്. അതൊരു 10 ദിവസം 15 ദിവസം ആകുമ്പോഴത്തേനും അടുത്ത് പ്രീ സ്റ്റാർട്ടർ എന്ന് പറഞ്ഞ് വേറൊരു തീറ്റ വരും. ആ തീറ്റയാണ് കൊടുക്കുന്നത്. അത് കഴിഞ്ഞ് ഒരു 20 ദിവസം 20-25 ദിവസം ആകുമ്പോഴത്തേനും പിന്നെയാണ് ഫിനിഷർ എന്ന് പറഞ്ഞൊരു തീറ്റ വരും. ഫിനിഷർ കൊടുത്തു കഴിഞ്ഞാൽ പെട്ടെന്ന് കയറി വരെയാണ് കോഴി. അത് ഒരു 20 മൊത്തത്തിലൊരു 30-35 ദിവസം, 35-40 അവർ പിടിക്കും ഓർഡർ ഉണ്ടെങ്കിൽ. ആ ടൈമിൽ ഒരു 200, 200, 250 ആ ഒരു ലെവൽ വരും കോഴി. ശരാശരി 200-300 വരും ഒരു 35 ദിവസം ആകുമ്പോഴത്തേനും. 45 ദിവസമൊക്കെ ആയിക്കഴിഞ്ഞാൽ ഒരു 2.5 കിലോ 3 കിലോ വരും കോഴി. പിന്നെ ചില സമയത്ത് അസുഖങ്ങൾ വരും. ഈ വലിവ് എന്ന് പറഞ്ഞൊരു രോഗം വരും. ഇതിന് വലിവ് ഒരെണ്ണത്തിന് വന്നു കഴിഞ്ഞാൽ മൊത്തം കോഴിക്കും ഇങ്ങനെ വലിച്ചുകൊണ്ടിരിക്കും. അത് അവർ വാക്സിൻ കൊടുത്തു കഴിഞ്ഞാൽ അത് പെട്ടെന്ന് മാറും. പിന്നെ അടിയിൽ നിന്നുള്ള തണുപ്പ് കയറി കഴിഞ്ഞാൽ വിഷയമാണ്. ഞങ്ങളുടെ ഇവിടെ ഏലാക്കര ആയതുകൊണ്ട് ഇച്ചിരി തണുപ്പ് കൂടുതലാണ് ഇവിടെ സാധ്യത. അടിയിൽ നിന്ന് തണുത്ത് മഴ പെയ്ത് അടിയിൽ നിന്ന് തണുത്ത് കഴിഞ്ഞാലും ഇതിന് ചെറിയ അസുഖങ്ങൾ വരും. വേറെ പ്രത്യേകിച്ച് അങ്ങനെ കാര്യമായ അസുഖങ്ങളൊന്നും വരത്തില്ല. നമ്മളൊന്ന് കെയർ ചെയ്യണം. അത്ര നല്ലതായിട്ട് നോക്കിക്കഴിഞ്ഞാൽ പ്രത്യേകിച്ച് അസുഖങ്ങളൊന്നും വരത്തില്ല. പിന്നെ ഒരു കറക്റ്റ് അവർ ഒരു 3 ദിവസം കൂടുമ്പോൾ ഇതിൻ്റെ വെയിറ്റ് നോക്കും. വെയിറ്റ് മാനേജ് ചെയ്ത് പോയി കഴിഞ്ഞാൽ ഓരോ ദിവസവും 110 ഗ്രാമോ അങ്ങനെ അവർ നോക്കുന്നുണ്ട്. അവർക്കൊരു കണക്കുണ്ട്. ആ കറക്റ്റ് വെയിറ്റ് മെയിൻറ്റെയിൻ ചെയ്ത് പോയി കഴിഞ്ഞാൽ വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. പിന്നെ ഇത് കുഞ്ഞിൽ ഇതിന് തണുപ്പൊരു വലിയ വിഷയമാണ്. ഇതിൻ്റെ ഈ ഇടുന്ന ഞാനിപ്പോൾ മരപ്പൊടിയല്ല ഇടുന്നത്, ഇത് ചകിരിയുടെ പൊടിയാണ്, ചകിരിക്കൂഴം എന്ന് പറയുന്നത്, അതാണ് ഇടുന്നത്. അത് ഇടുമ്പോഴത്തേനും ഈ ചകിരിക്കൂഴം ഡെയിലി ഇളക്കി കൊടുക്കണം. ഒരു ദിവസം ഒരു നേരം ഫുള്ള് ഏരിയ ഇളക്കണം. അതിനൊരു പ്രത്യേക കമ്പിയുണ്ട്, അത് വെച്ച് ഇളക്കി കഴിഞ്ഞാൽ അത് എല്ലാ ദിവസവും നല്ല ഉണങ്ങി കിട്ടും കാറ്റടി കൊണ്ട്. കൂടുതൽ തണുത്ത് കഴിഞ്ഞാൽ വരുന്ന പ്രശ്നം എന്ന് പറഞ്ഞാൽ ഇതിന് ഫുഡ് കഴിക്കാൻ ചെറിയ പ്രശ്നം വരും. തണുപ്പ് എവിടെയെങ്കിലും ചെന്ന് കിടക്കും. അപ്പോഴത്തേനും വെയിറ്റ് കുറയും. പിന്നെ ലൂസ് മോഷൻ ആവാൻ സാധ്യതയുണ്ട്. അങ്ങനെയൊക്കെയുള്ള കുറേ കാര്യങ്ങളുണ്ട്. അപ്പം മാക്സിമം കൂട് തണുക്കാത്ത രീതിയിൽ മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ട്, പിന്നെ ചെറിയ ചൂട് കാണും. ഇത് അടിയിൽ നിന്നുള്ള ഒരു നനവടിക്കാതിരുന്ന് കഴിഞ്ഞാൽ കുഴപ്പമില്ല. എല്ലാ ദിവസവും ഇളക്കി കഴിഞ്ഞാൽ നന്നായിട്ട് കിടക്കും. പിന്നെ വേറൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിന് ഏറ്റവും വരുന്ന പക്ഷേ ചൂട് ഇതിന് പറ്റത്തില്ല, എന്നാൽ തണുപ്പും പറ്റത്തില്ല. ഒരു പ്രത്യേക കാലാവസ്ഥയിൽ നമ്മൾ കൊണ്ടുപോകും. ഞാൻ ചൂട് കൂടുന്ന സമയത്ത് ഫാൻ വെച്ചിട്ടുണ്ട്. 4 ഫാൻ വെച്ചിട്ടുണ്ട് 4 ആ ഫാനുകൾ വർക്ക് ചെയ്യിപ്പിക്കുമ്പോഴത്തേനും ആ ഫാനിൻ്റെ കാറ്റിൽ അങ്ങ് കിടന്നോളൂ. എക്സോസ് ഫാനാണ്. വെളിയിലുള്ള കാറ്റ് അകത്തോട്ട് എയർ എടുക്കാൻ വേണ്ടിയിട്ട് വെളിയിലുള്ള എയർ അകത്തോട്ട് അടിച്ച് തരും. അങ്ങനെയുള്ള ലെവലാണ് വെച്ചിട്ടുള്ളത്. ആ ഒരു ലെവൽ മെയിൻറ്റെയിൻ ചെയ്യുന്നു. പിന്നെ ഒരു തീറ്റപാത്രം, ഒരു വെള്ളപ്പാത്രം, ഒരു തീറ്റപാത്രം, അങ്ങനെയാണ് കെട്ടിവിട്ടിട്ടുള്ളത്. ഇതിപ്പോൾ അഡീഷണൽ വെച്ചിരിക്കുന്നതിന് കുഞ്ഞു സമയത്ത് 20 ദിവസം വരെ അഡീഷണൽ കുറച്ച് പാത്രം കൂടെ വെച്ചിരിക്കും. ഈ വെള്ളത്തിൻ്റെ പാത്രവും ചെറിയ പാത്രങ്ങളും. അത് പെട്ടെന്ന് തീറ്റ തിന്ന് കയറാൻ വേണ്ടിയിട്ടാണ്. അത് കഴിഞ്ഞാൽ ഈ പാത്രങ്ങളെല്ലാം എടുത്ത് മാറ്റി പിന്നെ കെട്ടിയിരിക്കുന്ന പാത്രങ്ങളാണ്. അതെല്ലാം പൊക്കി അങ്ങനെ മെയിൻറ്റെയിൻ ചെയ്ത് കെട്ടിപ്പോവും.
ഇതൊക്കെയാണ് ഇതിൻ്റെ ഒരു പരിചരണ രീതി എന്ന് പറയുന്നത്. ഇതെന്ന് പറഞ്ഞാൽ ഫ്യൂഡറാണ്. ഇത് ഒരു കുഞ്ഞിലെ ഇതിനെ കുറച്ചുകൂടെ താഴ്ത്തി കെട്ടും. കുഞ്ഞിൽ നിന്ന് ഒരു മാക്സിമം ഇത്രയും പൊക്കി നിർത്തിയിരിക്കും. ഇതിലൊരു 100 വാട്ട്സിൻ്റെ 4 ബൾബാണ്. പണ്ടത്തെ നമ്മുടെ മാനുവൽ ടൈപ്പ് ബൾബ് ഉണ്ടല്ലോ, ഇത് കണ്ടില്ലേ, ഈ സാധനമാണ് 100 വാട്ട്സിൻ്റെ 4 എണ്ണമാണ്. ഇത് നമുക്ക് മൂവ് ചെയ്യാം, താഴ്ത്താനും പൊക്കാനുള്ളൊരു സംവിധാനം ഇവിടെ ചെയ്തിട്ടുണ്ട്. ഇത് കണ്ടില്ലേ, പിടിച്ച് പൊക്കാം, നമ്മുടെ ഇഷ്ടത്തിന് താഴ്ത്താം, അങ്ങനെ ഇവിടെ ചെയ്തിട്ടുണ്ട്. ഇതെന്ന് പറയുമ്പോഴത്തേനും നേരത്തെ ഒരു 4-5 ദിവസം വരെ ഇത്രയും താഴ്ത്തിയാണ് നിർത്തിയിരിക്കുന്നത്. 7 ദിവസം വരെ 7 കഴിഞ്ഞാൽ പിന്നെ ഇത്രയും ഈ ഒരു ഹൈറ്റ് ആക്കും. ഇപ്പം പിന്നെ ചൂടുള്ളതുകൊണ്ട് ഇതിനെ ഓഫ് ചെയ്തിട്ടിരിക്കുകയാണ്. രാത്രി ഇട്ട് കൊടുക്കും. ഇത് ഒരു ഫ്യൂഡറിൻ്റെ ഒരു ചുറ്റിനും ഇങ്ങനെ ഈ കാണുന്ന സാധനം ഉണ്ടല്ലോ, ഈ ഷീറ്റ് ഇങ്ങനെ റൗണ്ട് ചെയ്ത് വയ്ക്കും. അതിനകത്ത് ഒരു 500-600 കോഴിയാണ് ഒരു റൗണ്ടിനകത്ത് ഇടുന്നത്. അതൊരു 3 ദിവസം കഴിയുമ്പോഴത്തേന് പിന്നെ അതിനെ മാറ്റി ഇത് ഈ അടിച്ചിരിക്കുന്നുണ്ട്, ഇങ്ങനെ അടിക്കും. ചെറിയ ചെറിയ കൂടുകളാക്കി ഇതിൻ്റെ പകുതിയാക്കും. 2 കൂടിനെ ഒന്നാക്കി ഇങ്ങനെ അടിക്കും. അതൊരു 4-8 ദിവസം കഴിയുമ്പോഴത്തേന് ഇങ്ങനെ വലിയ കോളമാക്കും. അത് പിന്നെ ഒരു 8 ദിവസം കഴിയുമ്പോൾ ഇപ്പം കണ്ട അതെടുത്ത് ഒറ്റ കോളമാക്കിയിട്ടിരിക്കുകയാണ്. അതുപോലെ ഇതിനെ ഇനി ഇപ്പുറത്തോട്ട് മാറ്റാൻ പോവുകയാണ്, ഒറ്റ കോളമാക്കും. ഇങ്ങനെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ടാണ് ഇതിനെ വളർത്തിയെടുക്കുന്നത്. ഇനി വേറൊരു കാര്യം, ഇതൊരു 20 ദിവസം കൊണ്ട് ഈ 4000 കോഴിക്കുഞ്ഞും ഈ കൂട് ഫുള്ളാവും. 5000 സ്ക്വയർ ഫീറ്റുള്ള ഒരു കൂടാണ്. 20 അടി വീതിയും പിന്നെ 200 അടി നീളവും ഉണ്ട്. അങ്ങനെയുള്ള ഒരു കൂടാണ്. അപ്പോൾ ഇത് മെയിൻറ്റെയിൻ ചെയ്ത് ലാസ്റ്റ് ആകുമ്പോഴത്തേനും അങ്ങ് അറ്റെത്തും. 20 ദിവസം ആകുമ്പോഴത്തേനും കോഴി അങ്ങ് അറ്റെത്തും. പിന്നെ അവിടെ കിടന്ന് ഉള്ള വളർച്ചയാണ്. അതാണ് ഇതിൻ്റെ ഒരു പ്രോസസ്സിങ് എന്ന് പറയുന്നത്. ഷെഡെന്ന് പറയുമ്പോഴത്തേനും ഒരു 5000 സ്ക്വയർ ഫീറ്റ് ഷെഡാണിത്. 5000 സ്ക്വയർ ഫീറ്റ് എന്ന് പറയുമ്പോൾ ഒരു 4000 കോഴി മാക്സിമം ഇടും. 4000 ഇടത്തില്ല, 3850, 4000 കോഴി പ്രതീക്ഷിച്ചാൽ. ഓരോ കമ്പനിക്കാരും ഓരോ രീതിയാണ്. 4000 കോഴി ഇടുമ്പം ഇപ്പോഴത്തേന് തന്നെ കോഴി അങ്ങ് നിറയും, പിന്നെ ഞെരുക്കത്തിലാവും. ഞെരുങ്ങിക്കഴിഞ്ഞാലും കോഴിക്ക് വെയിറ്റ് കിട്ടത്തില്ല. ഈ ഒരു ഷെഡിൻ്റെ വലിപ്പം എന്ന് പറയുമ്പോഴത്തേന് വീതി 20 അടിയേ പാടുള്ളൂ. കൂടുതലായി കഴിഞ്ഞാൽ പിന്നെ എയർ സർക്കുലേഷൻ കിട്ടത്തില്ല, അതിൻ്റെ വളർച്ചയ്ക്കും ബുദ്ധിമുട്ട്. മാക്സിമം 20 അടി നീളം നമുക്ക് എത്ര വേണമെങ്കിലും എടുക്കാം, കുഴപ്പമില്ല. വീതി 20 അടി മാക്സിമം മെയിൻറ്റെയിൻ ചെയ്യാൻ നോക്കണം. അതുപോലെ തന്നെ ഹൈറ്റ് മാക്സിമം പൊങ്ങി നിൽക്കുന്നത് നല്ലതാണ്. ചിലവർ താഴ്ത്തി ഒരു 8 അടിക്ക് 10 അടിക്കൊക്കെ ചെയ്യുന്നുണ്ട്. ഞാനിത് 12 അടി ഹൈറ്റിനാണ് ചെയ്തിട്ടുള്ളത്. അപ്പോഴത്തേനും ഷീറ്റ് ആയതുകൊണ്ട് കുറച്ച് ചൂട് താഴോട്ട് വരാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് 12 അടി ഹൈറ്റിന് ചെയ്തിട്ടുണ്ട്. പിന്നെ അടിയിൽ ഒരു കല്ല് വെക്കുന്നുണ്ട്. ഇതുണ്ടല്ലേ, തറ ലെവലിൽ നിന്ന് ഒരു വരി കല്ല് വെക്കണം. ഒരു വരി കല്ല് വെച്ചിട്ട് ആ സൈഡ് മണ്ണിങ്ങോട്ട് അണച്ച് വെച്ച് കഴിഞ്ഞാൽ വെള്ളം അങ്ങോട്ട് തെറിച്ച് കയറത്തില്ല. തറ കുറച്ച് താഴ്ന്നു തന്നെ നിൽക്കണം. അതിൻ്റെ പൊക്കത്തിലാണ് ഒരു വരി കല്ല് വെക്കേണ്ടത്. തീരെ ഷെഡിനകത്ത് താഴ്ന്നു കഴിഞ്ഞാൽ വരുന്ന പ്രശ്നം എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ നനവ് അങ്ങോട്ടടിക്കും. അതുകൊണ്ട് മാക്സിമം അവിടെ പൊങ്ങി തന്നെ നിൽക്കണം, തറ ലെവലിൽ നിന്ന് പൊങ്ങി തന്നെ നിൽക്കണം. പിന്നെ എന്ന് പറയുമ്പോഴത്തേനും വെള്ളം ഒലിച്ചു പോകേണ്ട ഒരു സംവിധാനം വേണം. അല്ലെങ്കിൽ വെള്ളം ഇവിടെ കെട്ടിക്കിടന്നു കഴിഞ്ഞാൽ അതിനകത്ത് തണുപ്പടിക്കും. വെള്ളമാണ് മെയിൻ വിഷയം. പിന്നെ ഇടയ്ക്ക് കുറച്ച് തണൽ മരങ്ങളൊക്കെ വെച്ച് കൊടുത്താൽ നല്ലൊരു തണുപ്പ് കിട്ടും ഷെഡിന്. ഷെഡ് എപ്പോഴും തണുപ്പാണ് ആവശ്യം. ഇത് ഷീറ്റിൻ്റെ ചൂടുകൊണ്ട് കോഴിക്ക് പെട്ടെന്ന് അസുഖം വരാൻ സാധ്യതയുണ്ട്. ഇപ്പം എൻ്റെയും ഇപ്പം തുടക്കമായതുകൊണ്ട് ഇവിടെ മരങ്ങളില്ല. ഞാനും കുറച്ച് മരങ്ങളൊക്കെ വയ്ക്കുന്നുണ്ട്. ഇപ്പം കുറച്ച് തെങ്ങൊക്കെ വെച്ചിട്ടുണ്ട്, മുകളിൽ വാഴ കൃഷിയുണ്ട്. ഇതൊക്കെ ഇതിൻ്റെ ഒരു ഭാഗമാണ്.